ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 151. ധൂർത്തപുത്രൻ്റെ ഉപമ. യോഹന്നാൻ്റെ പണിക്കാർ പെസഹ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഐസക്ക് വരുന്നുണ്ട്. ഐസക്കിനോടുകൂടി എൻഡോറിലെ ജോണിനെ പറഞ്ഞയക്കാനാണ് ഈശോ തീരുമാനിക്കുന്നത്. ജോണിനെ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. ആഗ്ലയുടെ ബാക്കിയുള്ള ആഭരണങ്ങൾ, ലാസർ വിറ്റ പണം യോഹന്നാൻ്റെയും ഡോറാസിൻ്റെയും പണിക്കാർക്ക് ഭാഗിച്ചു കൊടുക്കാനായി ജോണിനെ ഏൽപ്പിക്കുന്നു. ലാസർ അവരെ വണ്ടിയിൽ വിടാൻ ഈശോ ഏർപ്പാട് ചെയ്തു. എൻഡോറിലെ ജോണിന് ഗുരുവിനെ പിരിയാൻ ഇഷ്ടമില്ല, എന്നാലും അനുസരിക്കുന്നു. ജോൺ തല താഴ്ത്തി മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്നാൽ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കത്തക്ക എന്തെങ്കിലും ഒന്ന് പറയണമേ. ദൈവത്തെ സേവിക്കാൻ എനിക്ക് കഴിയുമെന്നും. കരയാതിരിക്കൂ, എളിമയുള്ളവനായിരിക്കും, എന്നാൽ നിരാശനാകരുത്. നിരാശ നിഗളം തന്നെയാണ്. എളിമയുള്ളവനായിരിക്കൂ, അത് മതി. അവൻ ശാന്തനായെന്ന് കണ്ടപ്പോൾ ഈശോ പറയുന്നു, വരൂ, നമുക്ക് ആ ആപ്പിൾ മരക്കൂട്ടത്തിലേക്ക് പോകാം. അവിടെ ചെന്ന് മറ്റുള്ളവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ സംസാരിക്കാം. എന്നാൽ ദൈവം നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് നിന്നോട് പറയും. എന്നിട്ട് ധൂർത്തപുത്രൻ്റെ ഉപമ അവരോട് പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ സ്നേഹിതരെ, ഇതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഭവനത്തിലും സംഭവിക്കുന്നത്. ഇളയ പുത്രനെ പോലെയാണ് താനെന്ന് വിചാരിക്കുന്ന എല്ലാവരും അയാളെ പോലെ പിതാവിൻ്റെ പക്കലേക്ക് പിന്തിരിയുകയാണെങ്കിൽ പിതാവ് പറയും, എൻ്റെ പാദത്തിങ്കലല്ല, ചങ്കിന്മേൽ വിശ്രമിക്കുക എന്ന്. നിന്റെ അഭാവത്തിൽ ആ ചങ്ക് എത്രമാത്രം വേദനിച്ചു, നിന്റെ തിരിച്ചുവരവിൽ അത് എത്രമാത്രം സന്തോഷിക്കുന്നു. മൂത്തപുത്രനെ പോലെയാണ് താൻ എന്ന് കരുതുന്നവർ, പിതാവിനെതിരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവർ, പിതാവിൻ്റെ സന്തോഷത്തിൽ അസൂയപ്പെടാതെ അതിൽ പങ്കുകൊള്ളുകയും രക്ഷിക്കപ്പെട്ട സഹോദരനെ സ്നേഹിക്കുകയും വേണം. ഇത്രയുമേ ഉള്ളൂ. എൻഡോറിലെ ജോണും ലാസറും ഇവിടെ നിന്നാൽ കൊള്ളാം. എല്ലാവരും പോകുന്നു. ഈശോയും ജോണും ലാസറും മാത്രമായപ്പോൾ ഈശോ പറയുന്നു, ലാസറെ, നീ കാത്തിരിക്കുന്ന ആത്മാവിനും ഇതാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് നിന്റെ ആത്മാവിനും സംഭവിക്കുന്നത്. ജോണെ. എല്ലാവരും അകത്തു പോയി കഴിഞ്ഞപ്പോൾ കരയോത്തുകാരൻ പതുക്കെ വന്ന് മേരിയെ കണ്ട് പറയുന്നു, ഞാൻ തെറ്റ് ചെയ്തു. ഗുരുവിൻ്റെ അടുത്ത് പോകാനോ മറ്റുള്ളവരുടെ അടുത്ത് പോകാനോ എനിക്ക് ധൈര്യമില്ല. എന്നെ സഹായിക്കൂ. ഞാൻ സഹായിക്കാം. എന്നാൽ നീ എത്രമാത്രം ദുഃഖം മറ്റുള്ളവർക്ക് വരുത്തുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ? കരയേണ്ട, നിന്നെ തന്നെ നന്നാക്കാൻ നോക്കൂ. വരൂ. അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് രണ്ടുപേരും അടുക്കളയിലേക്ക് പോകുന്നു. എല്ലാവർക്കും വലിയ വിസ്മയം. എന്നാൽ ആരും നികൃഷ്ടമായതൊന്നും പറയാതിരിക്കാൻ വേണ്ടി മേരി പറയുന്നു, യൂദാസ് തിരിച്ചു വന്നിരിക്കുന്നു. പിതാവിൻ്റെ വാക്കുകൾ കേട്ട് മൂത്തപുത്രൻ ചെയ്തതുപോലെ എല്ലാവരും വർത്തിക്കണം. ജോൺ, നീ പോയി ഈശോയോട് പറയുക. 10 കന്യകമാരുടെയും രാജകൊട്ടാരത്തിലെ കല്യാണത്തിൻ്റെയും ഉപമ. യോഹന്നാൻ്റെ കൃഷിപ്പണിക്കാരുടെയും ഐസക്കിൻ്റെ കൂട്ടുകാരുടെയും സ്ത്രീകളുടെയും സാന്നിധ്യത്തിൽ ഈശോ പ്രസംഗിക്കുന്നു. ബഥനിയിലെ അനേകം ആളുകളുമുണ്ട്. ഈശോ പറയുന്നു, നിങ്ങൾക്ക് എപ്പോഴും പേടിയായതുകൊണ്ട് ഭയത്തിൻ്റെ വികാരം നിങ്ങളിൽ മുന്തി നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് വളരെ മധുരമുള്ള ഒരു ഉപമയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സന്മനസ്സുള്ളവർക്ക് മാധുര്യം, അല്ലാത്തവർക്ക് കയ്പ്. ഈ രണ്ടാമത് പറഞ്ഞവർക്ക് അവരുടെ കയ്പ് മാറ്റിക്കളയാൻ പറ്റും. അവർ സന്മനസ്സുള്ളവരായി തീരട്ടെ. അപ്പോൾ ഉപമയിൽ അടങ്ങിയിരിക്കുന്ന ശാസന അവർക്ക് അനുഭവപ്പെടുകയില്ല. സ്വർഗരാജ്യം ഒരു കല്യാണ വിരുന്നാണ്. ദൈവവും ആത്മാക്കളും തമ്മിലുള്ള വിവാഹം ആഘോഷിക്കുന്ന ഭവനം. ഒരാത്മാവ് അവിടെ പ്രവേശിക്കുന്ന ദിവസം അതിന് വിവാഹ വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത്. പിന്നീട് 10 കന്യകമാരുടെ ഉപമ വിവരിച്ചു കൊടുക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എന്നിട്ട് പറയുന്നു, വിശ്വാസികളുടെ ആത്മാക്കളാണ് തോഴികളായ കന്യകൾ. അവർ വിശുദ്ധിയുടെ മാതൃക തന്നെയാണ്. തോഴിമാരെല്ലാം വെടുപ്പുള്ള പുതിയ വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. വെള്ള ശിരോവസ്ത്രവും പൂമുടിയും അവൾ അണിഞ്ഞിരിക്കുന്നു. കൈകളിൽ കത്തിച്ച ദീപമുണ്ട്. എണ്ണ വളരെ ശുദ്ധി ചെയ്തതാണ്. പുകയും മണവും ഉണ്ടാകാതിരിക്കാൻ വിളക്കും തിരിയായി വൃത്തിയാക്കിയിട്ടുണ്ട്. വെള്ളവസ്ത്രം. സ്ഥിരതയോടെ നീതിയിൽ ജീവിക്കുമ്പോൾ വസ്ത്രം വെണ്മയുള്ളതാകുന്നു. ഒരു ദിവസം വരും, അന്ന് ഈ വസ്ത്രം അതിശോഭനീയമായിരിക്കും. വൃത്തിയായ വസ്ത്രം.
എളിമ അഭ്യസിച്ച് വെള്ളവസ്ത്രം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. എളിമ ജലം പോലെയാണ്. ആ ജലം ഉപയോഗിച്ച് വസ്ത്രം കഴുകണം. എളിമയുള്ള ഒരാൾ തൻ്റെ വസ്ത്രത്തിൽ മങ്ങലേറ്റാൽ ഉടനെ അത് കണ്ടുപിടിക്കുന്നു. കാരണം അഹങ്കാരമാകുന്ന പുകയേറ്റ് അയാളുടെ കണ്ണ് മങ്ങിയിട്ടില്ല. അതിനാൽ അയാൾ ഉടനെ കർത്താവിൻ്റെ പക്കലേക്ക് ഓടിച്ചെന്ന് ഇങ്ങനെ പറയും: എൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിക്ക് ഞാൻ കളങ്കം വരുത്തിപ്പോയി. ശുദ്ധീകരിക്കപ്പെടുന്നതിന് അങ്ങേ കാൽക്കൽ വീണ് ഞാൻ കരയുന്നു. എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് അങ്ങേ സ്നേഹം എന്നിൽ ചൊരിയണമേ. ഒരു പുതിയ വസ്ത്രം. പാപം മൂലം ആത്മാവ് കീറിപ്പറഞ്ഞ് നികൃഷ്ടമായിരിക്കുന്ന ഒരാത്മാവിന് ഒരു പുതിയ വസ്ത്രം കിട്ടുമോ? തീർച്ചയായും കിട്ടും. തന്നെ അറപ്പോടെ നോക്കാൻ തുടങ്ങുന്ന നിമിഷത്തിൽ അവന് ഒരു പുതിയ വസ്ത്രം കിട്ടിത്തുടങ്ങുന്നു. ജീവിതം വ്യത്യാസപ്പെടുത്താൻ അയാൾ നിശ്ചയിച്ചു കഴിയുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ പുതുമ വർദ്ധിക്കും. അനുതാപത്താൽ, പ്രായശ്ചിത്തത്താൽ അവൻ അതിനെ കഴുകി സുഖപ്പെടുത്തി കഴിയുമ്പോൾ അത് പരിപൂർണ പുതുമയുള്ളതായി തീരും. വീണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും അവൻ്റെ കഠിനമായ പരിശ്രമം കൊണ്ടും ഹൃദയം കൊച്ചുകുട്ടികളുടേതുപോലെ ആക്കാൻ കഴിയും. വെള്ള ശിരോവസ്ത്രം, എളിമ. ഞാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും തപസ് ചെയ്യുമ്പോഴും ലോകം അത് കാണാതിരിക്കട്ടെ എന്ന്. നമ്മൾ ചെയ്യുന്ന നന്മയും ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളും സംരക്ഷിക്കാൻ നിങ്ങൾ ധരിക്കുന്ന ശിരോവസ്ത്രമാണ്, മൂടുപടമാണ് എളിമ. നാം അഹങ്കരിക്കരുത്. മനുഷ്യരുടെ പൊട്ടസ്തുതി ഒരിക്കലും അന്വേഷിക്കുകയും അരുത്. അന്വേഷിച്ചാൽ ആ നിമിഷത്തിൽ തന്നെ ഈ ദാനം പിൻവലിക്കപ്പെടും. എല്ലാ ദിവസവും സൽകൃത്യങ്ങൾ കൊണ്ട് ആത്മാവായ പുഷ്പമാല്യം നിർമ്മിക്കണം. വാടിയതോ കേടുള്ളതോ ഒന്നും അത്യുന്നതൻ്റെ സന്നിധിയിൽ വയ്ക്കാൻ പറ്റുകയില്ല. എപ്പോഴാണ് മണവാളൻ പ്രത്യക്ഷനായി വരൂ എന്ന് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതിനാൽ പുഷ്പമാല എന്നും പുതുതായി കോർത്തുകൊണ്ടിരിക്കണം. പൂക്കൾ വാടും, എന്നാൽ സൽപ്രവർത്തികളാകുന്ന പൂക്കൾ വാടുകയില്ല. ഓരോ മനുഷ്യൻ്റെയും സമീപമുള്ള ദൈവദൂതൻ ഈ പുഷ്പമുടികൾ അനുദിനം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളും. അനുഗ്രഹീതയായ ആത്മാവ് വധുവായി മണിയറയിൽ പ്രവേശിക്കുമ്പോൾ ഈ മുടികളെല്ലാം കൊണ്ട് ഒരു സിംഹാസനം അവൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് കാണാം. കത്തിച്ച വിളക്കുകൾ. മണവാളനെ ബഹുമാനിക്കുന്നതിനും വഴി ശരിക്ക് കാണുന്നതിനുമാണ് കത്തിച്ച വിളക്കുകൾ. എത്ര പ്രകാശമേറിയതാണ് വിശ്വാസം. വിശ്വാസത്താൽ പോഷിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ്റെ ശരീരം പോലും കൂടുതൽ പ്രകാശമാനമാകുന്നതായും അരൂപി നിറഞ്ഞതായും കാണപ്പെടുന്നു. അകാല വാർദ്ധക്യത്തിൽ നിന്ന് ഈ ലോകത്തിൽ വെച്ച് തന്നെ അത് സ്വതന്ത്രമാക്കപ്പെടുന്നു. കാരണം ദൈവം മാത്രമാണ് അവൻ്റെ അന്തിമ ലക്ഷ്യം. കള്ളം പറഞ്ഞിട്ടുള്ളത് മറയ്ക്കാൻ പറയേണ്ടതെന്താണെന്ന് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് വേണ്ട. ചീത്ത പ്രവർത്തികൾ മൂടിവയ്ക്കാൻ ബുദ്ധിമുട്ടേണ്ട. ഇവയെല്ലാം ഒഴിവാക്കുന്നതിനാൽ യുവത്വവും ശരീരകാന്തിയും നിലനിൽക്കുന്നു. അഴിഞ്ഞു പോകാത്ത വിശുദ്ധരുടെ സിദ്ധി അങ്ങനെയുള്ളവർക്ക് ലഭിക്കും. ജഡവും രക്തവും മനസ്സും ഹൃദയവും എല്ലാ തരത്തിലുമുള്ള അശുദ്ധിയിൽ നിന്ന് വിമുക്തമായി പുകയില്ലാതെ കത്തുന്ന എണ്ണയാകുന്ന വിശ്വാസം കൊണ്ട് നിറയുന്നു. അല്പം എണ്ണ മാത്രമുള്ള വിളക്ക് വായുവിൻ്റെ അല്പം ചലനം കൊണ്ടും അണഞ്ഞു പോകും. രാത്രി അന്ധകാരത്തിൻ്റെ നാഴിക, പാപത്തിൻ്റെ പ്രലോഭനത്തിൻ്റെ നാഴിക എല്ലാവർക്കും ഉണ്ടാകും. ആത്മാവിന് അത് രാത്രിയാണ്. എന്നാൽ വിശ്വാസം കൊണ്ട് ആത്മാവ് നിറഞ്ഞതാണെങ്കിൽ അതിൻ്റെ ജ്വാല ലോകത്തിൻ്റെ ആകർഷണമാകുന്ന കാറ്റുകൊണ്ടോ ജഡികതയാകുന്ന മൂടൽമഞ്ഞ് കൊണ്ടോ അണയുകയില്ല. അവസാനമായി ജാഗ്രത. കരുത്തില്ലാതെ പ്രത്യാശ വയ്ക്കുന്ന ആൾ പറയും, ഓ ദൈവം എൻ്റെ വിളക്കിലെ എണ്ണ തീരുന്നതിന് മുമ്പ് കൃത്യസമയത്ത് വരുമെന്ന്. എന്നിട്ട് ഉണർന്നിരിക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ തീരുമാനിക്കും. പെട്ടെന്ന് എണീറ്റ് തയ്യാറെടുക്കുന്നതിനാവശ്യമായവ കരുതി വയ്ക്കാതെ ഉറക്കം തുടങ്ങുകയും ചെയ്യും. എണ്ണ വാങ്ങുവാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നവനും സന്മനസ്സാകുന്ന തിരി കൃത്യസമയത്ത് തെളിച്ചു കൊള്ളാമെന്ന് വിചാരിക്കുന്നവനും അവസാനം മണവാളൻ വരുമ്പോൾ പുറത്തായി പോകാനുള്ള അപകടത്തിലാണ് ജീവിക്കുന്നത്. അതിനാൽ പരിശുദ്ധി, വിവേകം, സ്ഥിരത, പ്രത്യാശ ഇവയെല്ലാം പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിളിക്കായി കാത്തിരിക്കുക.